നമസ്കാരം. ഒന്നായി തുടരാമെന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളം ലോക ടൂറിസം ഭൂപടത്തിൽ ഇന്ന് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം കണ്ടിരിക്കേണ്ട 10 ഇടങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കുകയാണ്. കേരളം ഒരു ഡെസ്റ്റിനേഷനായിട്ടാണ് മാറുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശമല്ല. കേരളത്തെ തേടിയെത്തുന്ന സഞ്ചാരികൾ കേരളം മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലൊരു ബഹുമതിയിലേക്ക് കേരളം എത്തിച്ചേർന്നത് നമ്മുടെ നാട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നേടിയ വലിയ മുന്നേറ്റങ്ങളാണ്. 2011 അധികാരത്തിൽ വന്ന UDF സർക്കാർ ടൂറിസം വികസനത്തിനായി ആകെ ചിലവഴിച്ചത് 1376 കോടി രൂപ മാത്രം. LDF സർക്കാർ കിഫ്ബി ഫണ്ട് ഒഴികെ ചെലവഴിച്ചത് 2886 കോടി രൂപ. എന്നുവെച്ചാൽ LDF ഭരണകാലത്ത് ടൂറിസം രംഗത്തിനുള്ള സർക്കാർ ചിലവ് ഇരട്ടിയായി. കോവിഡ് മഹാമാരി, 2018 പ്രളയം, തുടർ വർഷങ്ങളിലെ പ്രളയം, മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ കാലിടറി വീണ ടൂറിസം മേഖലയെ കൈപിടിച്ച് ഉയർത്തി മുന്നോട്ട് നയിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. കോവിഡ് രൂക്ഷമായിരുന്നു. സഞ്ചാരം സ്വാതന്ത്ര്യം പ്രോട്ടോകോൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായി സാധ്യമാകാത്ത സ്ഥിതിയായിരുന്നു. ടൂറിസം മേഖല വെന്റിലേറ്ററിലായിരുന്നു എന്ന് പറയാം. പക്ഷേ ഞങ്ങൾ പ്രതിസന്ധി കുറയുന്ന തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യണമെന്ന് നിശ്ചയിച്ചു. അതിൻ്റെ ഭാഗമായി പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ആളുകൾ കടന്നു വരാനുള്ള ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക ഇടപെടൽ നടത്തി. കേരളത്തിലെ എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിലെയും ടൂറിസ്റ്റ് സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് നടപ്പിലാക്കുന്നതിലൂടെ നൂറുകണക്കിന് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിൽ വളർന്നു. ടൂറിസം മേഖലയിൽ ലോക ട്രെൻഡുകളെ മനസ്സിലാക്കിയും കേരളത്തിൻ്റെ തനതായ സാധ്യതകളെ തിരിച്ചറിഞ്ഞും പുതിയ പുതിയ മേഖലകളിലേക്ക് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കടക്കുകയാണ്. 2016 കേരളം സന്ദർശിച്ച വിനോദസഞ്ചാരികളുടെ എണ്ണം 1,42,00,000 2024 LDF സർക്കാരിന്റെ കാലത്ത് സഞ്ചാരികളുടെ എണ്ണം 2,22,00,000 വർദ്ധിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.72% വർധനവ്. ടൂറിസം രംഗത്തു നിന്നുള്ള വരുമാനത്തിലും വൻ കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയത്. 2016-17 അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വരുമാനം 29,658 കോടിയായിരുന്നു. എന്നാൽ 2024 വരുമാനം 45,053 കോടിയായി. 65% വർധനവ്. ആഭ്യന്തര ടൂറിസത്തിൽ നിന്നുള്ള വരുമാനത്തിലും വൻ വർധനവാണ് കേരളം നേടിയത്. കേരളത്തിലെ ഉത്തരവാദിത്വ ടൂറിസം പ്രവർത്തനങ്ങളുടെ ഏറ്റവും സജീവമായ, ഒരു തരത്തിൽ പറഞ്ഞാൽ സുവർണകാലമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് കടന്നുപോയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ ഉത്തരവാദിത്വ ടൂറിസം മിഷൻ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സൊസൈറ്റിയായി രൂപാന്തരപ്പെട്ടു. ബഹുമാനപ്പെട്ട ടൂറിസം മിനിസ്റ്റർ ചെയർമാനും ടൂറിസം സെക്രട്ടറി വൈസ് ചെയർമാനും ടൂറിസം ഡയറക്ടറും ഫിനാൻസ് സെക്രട്ടറിയും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഡയറക്ടർ ബോർഡ് ഉൾപ്പെടെയുള്ളൊരു സൊസൈറ്റി നിലവിൽ വന്നു. അത് സ്വതന്ത്ര ഭരണ സംവിധാനമായി മാറി. നമ്മുടെ നാട്ടിൽ ഉത്തരവാദിത്വ ടൂറിസം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തു പോകാൻ കഴിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം കേരളം ആദ്യമായി രൂപപ്പെടുത്തി എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത്. കേരളത്തിൻ്റെ ടൂറിസം വികസനത്തിൽ നിർണായക ഇടപെടൽ നടത്തിയ 2 സ്ഥാപനങ്ങളാണ് കേരള ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സൊസൈറ്റിയും കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറൽ ലിമിറ്റഡും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗ്രാമവികസനം, സ്ത്രീ ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ടുള്ള സാമൂഹിക അടിസ്ഥാനത്തിലുള്ള ടൂറിസം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2017 ഉത്തരവാദിത്വ ടൂറിസം മിഷൻ ആരംഭിച്ചു. LDF സർക്കാർ ടൂറിസം രംഗത്ത് ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഉത്തരവാദിത്വ ടൂറിസം മിഷൻ. 2024 മിഷൻ സൊസൈറ്റിയായി മാറി. ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തെയാണ് ടൂറിസത്തിലൂടെ ചേർത്ത് നിർത്തുന്നത്. തൊഴിലെടുക്കുന്ന ജനവിഭാഗങ്ങൾക്ക് എല്ലാ തരത്തിലും ഉന്നമനം സാധ്യമാക്കുന്നതിന് പ്രയത്നിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വാക്കുകളിലല്ല, പ്രവർത്തികളിലാണ് തൊഴിലാളികളോടുള്ള പ്രതിബദ്ധത പൊതുവെ നാം കാണിക്കേണ്ടത്.
അതിൻ്റെ ഭാഗമായി കൂടിയാണ് പരമ്പരാഗത വ്യവസായത്തെ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയും അതിനെ ടൂറിസവുമായി സംയോജിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളെ ടൂറിസം മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി പരമ്പരാഗത തൊഴിലുകളെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തുന്ന കമ്മ്യൂണിറ്റി ബേസ്ഡ് ടൂറിസം എന്ന വലിയ ആശയം പ്രാവർത്തികമാക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഒട്ടേറെ ഗ്രാമങ്ങൾ ടൂറിസത്തിൻ്റെ ഭാഗമായി, നമ്മുടെ ഒട്ടേറെ വീടുകളിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്ന സാഹചര്യമുണ്ടായി. കയർ വിരിക്കാനും തെങ്ങിൽ കയറി സെൽഫി എടുക്കാനും ഓലമടയാനും കൈത്തറി നെയ്ത്തിൻ്റെ ഭാഗമാവാനും എല്ലാം ടൂറിസ്റ്റുകൾ വരുന്നതോടെ ഒരു ഗ്രാമം ടൂറിസം മേഖലയുടെ ഭാഗമായി മാറുകയും കേരളത്തിലെ ഒട്ടേറെ ഗ്രാമങ്ങൾ ആ തരത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ടൂറിസത്തിലൂടെ വരുമാനം ലഭിക്കുന്നതിന് സാക്ഷിയാവുകയും ചെയ്തു. ഒപ്പം നമ്മുടെ നാട്ടിലെ വീടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് എത്നിക് ക്യുസീൻ എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിച്ചു. നമ്മുടെ നാട്ടിലെ പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷണം അതിൻ്റെ എല്ലാ തനിമയോടും കൂടി വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന എക്സ്പീരിയൻസ് എത്നിക് ക്യുസീൻ പ്രോഗ്രാം വന്നു. 2800 വനിതകളാണ് അതിൻ്റെ ഭാഗമായി വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി മാറിയത് ഫാം ടൂറിസത്തിൻ്റെ ഒരു പുതിയ സെഗ്മെൻ്റ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നാണ്. കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്ക് എന്ന പേരിൽ നമ്മൾ ആരംഭിച്ച കേരളത്തിലെ ഫാം ടൂറിസം ഇനിഷ്യേറ്റീവ് കാർഷിക വിനോദസഞ്ചാരത്തിൻ്റെ എല്ലാ സാധ്യതകളെയും വിപുലപ്പെടുത്തി. കാർഷിക വിനോദസഞ്ചാരം എന്നാൽ കാർഷിക കേന്ദ്രങ്ങൾ, കൃഷിയിടങ്ങൾ റിസോർട്ടുകളായി കൺവെർട്ട് ചെയ്യുക എന്നതല്ല, മറിച്ച് ഒരു നാടിൻ്റെ എല്ലാ പാരമ്പര്യ കാർഷിക രീതികളെയും ഒപ്പം നവീന കാർഷിക രീതികളെയും ടൂറിസം മേഖലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ അനുഭവവേദ്യ വിനോദസഞ്ചാരത്തിൻ്റെ ഒരു പുതിയ ശാഖയായി കാർഷിക വിനോദസഞ്ചാര മേഖലയെ നമുക്ക് മാറ്റാനായി. 1588 പേർ കാർഷിക വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി പരിശീലനം പൂർത്തിയാക്കി. 540-ൽ പരം വരുന്ന കാർഷിക വിനോദസഞ്ചാര യൂണിറ്റുകൾ ആരംഭിച്ചു. 2025 കണക്കെടുക്കുമ്പോൾ 38 ലക്ഷം ടൂറിസ്റ്റുകൾ കേരളത്തിലെ കാർഷിക വിനോദസഞ്ചാര മേഖലയുടെ ഭാഗമായി കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഗ്രി ടൂറിസം യൂണിറ്റുകൾ സന്ദർശിച്ചതായി നമുക്ക് കണക്ക് ലഭിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അതുവഴി ലഭിച്ചു. നമ്മുടെ സ്ട്രീറ്റ് എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ ആരംഭിച്ചു. സ്ട്രീറ്റ് പദ്ധതിയിലൂടെ കാന്തല്ലൂർ ഇന്ത്യയിലെ ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജായി മാറി. സ്ട്രീറ്റ് പദ്ധതിയിലൂടെ തന്നെ കടലുണ്ടി, ബേപ്പൂർ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ബേപ്പൂർ അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി മാറുന്നതിനൊപ്പം തന്നെ കടലുണ്ടി എന്ന് പറയുന്ന വില്ലേജ് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജായി നാഷണൽ ഗവൺമെൻറ്റിൻ്റെ അവാർഡ് നേടി. കുമരകം ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജായി മാറി. മിഷൻ നിലവിൽ വന്നതോടെ ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പാണ് കേരളം നേടിയത്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ പുതിയ മാതൃക തന്നെ കേരളം സൃഷ്ടിച്ചു. ഇതിനകം 25,188 യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 17,632 യൂണിറ്റുകൾ സ്ത്രീകളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അതിലെ സ്ത്രീ പങ്കാളിത്തമാണ്. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ പ്രത്യേക ഗുണഭോക്താക്കൾ 52,344 പേരാണ്. 92,432 പേർ പരോക്ഷ ഗുണഭോക്താക്കളായും രംഗത്തുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയിലെ കൾച്ചറൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത്. ഞങ്ങൾ കുമരകത്തുള്ള മിക്ക റിസോർട്ടുകളിലും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സാധാരണ വീട്ടമ്മമാരാണ്, പഠിക്കുന്ന കുട്ടികളുമുണ്ട്. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലാണ് റിസോർട്ടുകളിൽ പോകാറുള്ളത്. ഇതിൽ നിന്നും ഞങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ഇനം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, എൻ്റെ ഹോം സ്റ്റേയിൽ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ റെസ്പോൺസിബിൾ ടൂറിസം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എനിക്കും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർക്കും എല്ലാം ഒത്തിരിയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. യൂണിറ്റുകൾക്ക് വരുമാനമുണ്ടാക്കുന്നതിനായി ഉത്തരവാദിത്ത ടൂറിസം സൊസൈറ്റിക്ക് 5 ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. 2017 മുതൽ 2024 വരെ സൊസൈറ്റി 82 കോടി 6 ലക്ഷം രൂപയുടെ വരുമാനമുണ്ടാക്കി. ടൂറിസ്റ്റ് കേന്ദ്രം വികസിച്ചാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. അവരുടെ
ജീവിതത്തിലാകെ മാറ്റം കുറിക്കുന്ന നിലയിലേക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന്റെ വികാസം, ടൂറിസത്തിന്റെ വികാസം മാറേണ്ടതുണ്ട്. ടൂറിസം ജനങ്ങളുടേതാണ്. ജനകീയ ടൂറിസം നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഉത്തരവാദിത്ത ടൂറിസത്തെ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം സർക്കാർ നടത്തുന്നു. കേരളത്തിൽ ഏറ്റവും സജീവമായി വന്ന സ്ത്രീ മുന്നേറ്റങ്ങൾ ടൂറിസം മേഖലയിൽ നമുക്ക് സാക്ഷിയാവാനായി. കേരളത്തിൽ UN വിമനുമായി ചേർന്ന് സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര പദ്ധതി ബഹുമാനപ്പെട്ട ടൂറിസം മിനിസ്റ്റർ ശ്രീ PM മുഹമ്മദ് റിയാസ് അവർ ഉദ്ഘാടനം ചെയ്തു. UN വിമനുമായി ചേർന്നിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണത്. ജെൻഡർ ഇൻക്ലൂസീവ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇനിഷ്യേറ്റീവ് വന്നു. 68 ടൂറിസം കേന്ദ്രങ്ങളിൽ ഡെസ്റ്റിനേഷൻ സേഫ്റ്റി സ്റ്റഡി നടന്നു. 20 ടൂറിസം കേന്ദ്രങ്ങളിൽ ജെൻഡർ ഓഡിറ്റ് പൂർത്തിയായി. ഒരു പക്ഷേ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ ആദ്യമായി ടൂറിസം കേന്ദ്രങ്ങളിൽ ജെൻഡർ ഓഡിറ്റ് എന്ന ആശയം പ്രാവർത്തികമാക്കുന്ന സംസ്ഥാനമായി നമ്മൾ മാറി. ഏതാണ്ട് 40,000-ലും പരം വരുന്ന വനിതകൾ ടൂറിസത്തിൻ്റെ ഭാഗമായി റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയിൽ സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി മാറി. 5000-ത്തോളം വരുന്ന വനിതകൾക്ക് സംരംഭക വികസനത്തിൻ്റെ പരിശീലനം നൽകാൻ നമുക്കായി. ഹോം സ്റ്റേകളിലേക്ക് അവർ വന്നു, ടൂർ ഓപ്പറേറ്റർമാരായി വന്നു. 102 വിമൻ ടൂർ ഓപ്പറേറ്റർമാർ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് കേരളത്തിലെ വനിതകൾ മാറി. 1,00,000-ലധികം വനിതകളുടെ യാത്രയ്ക്ക്, കേരളത്തിനകത്ത് തന്നെയുള്ള യാത്രയ്ക്ക് നാം സാക്ഷ്യം വഹിച്ചു. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അതുവഴി ഉണ്ടായി. ഒപ്പം 4% ഇൻട്രസ്റ്റ് സബ്വെൻഷനോട് കൂടി ഈ ഇന്ത്യയിലെ ടൂറിസത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കേരളം വനിതാ വികസന കോർപ്പറേഷനുമായി ചേർന്ന് കേരള ടൂറിസത്തിൻ്റെ തീരുമാനമനുസരിച്ച് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി 4% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീമിലുള്ള ഒരു പുതിയ വായ്പാ പദ്ധതി ആരംഭിച്ചു. അതായത് വെറുതെ വാചക കസർത്തുകൾക്കപ്പുറത്തേക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന മാതൃക കേരളം കഴിഞ്ഞ കുറേ കാലങ്ങളായി റെസ്പോൺസിബിൾ ടൂറിസത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ മാതൃകയായി, ഉത്തരവാദിത്ത ടൂറിസം മാതൃകയായി കേരളം മാറുന്നത് ഷോക്കേസിംഗ് ആക്ടിവിറ്റിക്കല്ല നാം പ്രാധാന്യം കൊടുത്തത്. വിനോദസഞ്ചാര മേഖലയെ സാധാരണ മനുഷ്യൻ്റെ ജീവനോപാധിയായി മാറ്റാൻ, ഒരു ഗ്രാമത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തുന്നതിൽ ഇടപെടാൻ കഴിയുന്ന ഒന്നായി മാറ്റാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്കാണ് നാം നേതൃത്വം കൊടുത്തത്. പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷക്കാലം സജീവമായിട്ടുള്ള നേതൃത്വം കേരള ടൂറിസവും കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയും കൊടുത്തു. ഇൻടാഞ്ചബിൾ കൾച്ചറൽ ഹെറിറ്റേജിനെ മാപ്പ് ചെയ്യുന്ന പ്രവർത്തനം ആരംഭിച്ചു. ലിവിങ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന കോൺസെപ്റ്റിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നാം കൾച്ചറൽ റിസോഴ്സ് മാപ്പിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു നാടിൻ്റെ എല്ലാ സാധ്യതകളെയും വിനോദസഞ്ചാരവുമായി ബന്ധപ്പെടുത്താനുള്ള പരിശ്രമം നാം ആരംഭിച്ചു. കേരള ടൂറിസത്തിൽ നിരവധി തുടക്കങ്ങൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് വി പാർക്കുകൾ എന്ന നമ്മുടെ പാർക്കുകൾ. സാമൂഹ്യ വിരുദ്ധരുടെ താവളങ്ങളായിരുന്ന സ്ഥലങ്ങൾ ഇന്ന് സുന്ദരമായ പാർക്കുകളായി മാറി. ഇപ്പോൾ KTL എന്നുള്ള നിലയ്ക്ക്, കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നുള്ള നിലക്കാണ് കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഡിസൈൻ പോളിസി കേരളത്തിൽ നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം മനോഹരമായിരിക്കുകയാണ്. മനോഹരമായ കേരളം, ഒരു പ്രത്യേകമായ ഡിസൈൻ ഇതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി മറ്റൊന്നുകൂടി, ഇപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം മാലിന്യ കൂമ്പാരങ്ങളായി അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രങ്ങളെല്ലാമായി മാറുന്ന പൊതു ഇടങ്ങളുണ്ട്. പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ, അതുപോലെയുള്ള പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. ആ ടൂറിസം കേന്ദ്രങ്ങൾ ഇന്ന് വി പാർക്കുകൾ, നമ്മുടെ പാർക്കുകൾ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഈ നിലയിൽ മാറ്റമുണ്ടാകുന്നു. പുതിയ തലമുറ ടൂറിസം രംഗത്തേക്ക് കടന്നു വരുന്നു. അവർക്ക് ജോലി സാധ്യതയേറുന്നു. ടൂറിസത്തെ അവർ വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ടൂറിസം ക്ലബ്ബുകൾ. ഇന്ന് കേരളത്തിലെ 600ഓളം കോളേജുകളിൽ സജീവമായ ടൂറിസം ക്ലബ്ബുകളുണ്ട്. ടൂറിസം ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഡെസ്റ്റിനേഷൻ ക്യാമ്പുകൾ, സംസ്ഥാനത്തുടനീളമുള്ള വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുകയാണ്. അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യും. ഓരോ ടൂറിസം ക്ലബ്ബുകളും അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡെസ്റ്റിനേഷനുകൾ അവർ പരിപാലിക്കുകയും അതിലെ അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട്
കേരളത്തിലെ ടൂറിസം രംഗത്ത് ഒരു പുതിയ മുന്നേറ്റം കൂടിയാണ് സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിന് പുതിയ അനുഭവമായി മാറുകയാണ് കാരവൻ ടൂറിസം. തുടക്കകാലത്ത് ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കേരള ടൂറിസത്തോടൊപ്പം മുന്നേറുകയാണ് കാരവനുകളും. കോവിഡാനന്തരം കേരള ടൂറിസത്തിന്റെ അതിജീവനം സാധ്യമാക്കി. ഇതിനായി LDF സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കാരവൻ ടൂറിസം. ഹൗസ് ബോട്ടിന് ശേഷം കേരള ടൂറിസത്തിന്റെ പുതിയൊരു ഉൽപ്പന്നമായിരുന്നു ഇത്. മികച്ച പ്രതികരണമാണ് കാരവൻ ടൂറിസത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കാരവൻ പാർക്കുകൾ വാഗമണിലും മലമ്പുഴയിലും ആരംഭിച്ചു. കാസർഗോഡ് ബേക്കലിലും കൊച്ചി ബോൾഗാട്ടിയിലും പാർക്കുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരള ടൂറിസം പോളിസി, കേരള ഹെലി ടൂറിസം പോളിസി, കേരള ക്രൂയിസ് ടൂറിസം പോളിസി കേരളത്തിന്റെ ടൂറിസം രംഗത്ത് അടിസ്ഥാനപരമായ മാറ്റം വരുത്താനുതകുന്ന മികച്ച തുടക്കങ്ങളായി മാറി. ഇന്ത്യക്ക് കേരളം വീണ്ടും മാതൃകയാകുന്നു. വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് ഇരട്ടിയാക്കുക, ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവ് 50% വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു ടൂറിസം പോളിസിയുടെ യഥാർത്ഥ ലക്ഷ്യം. ഇതിനായി ടൂറിസം സംരംഭകത്വ ഫണ്ട് രൂപീകരിച്ചു. വിദേശ രാജ്യങ്ങളിൽ പ്രചാരണം ശക്തിപ്പെടുത്തി. സുസ്ഥിര ടൂറിസം വികസനത്തിനുള്ള കർമ്മ പദ്ധതിയും ആവിഷ്കരിച്ചു. കേരളത്തിൻ്റെ തീരദേശ മേഖലയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ അഡ്വഞ്ചർ സ്പോർട്സും ബീച്ച് ടൂറിസവും വളർത്താനുള്ള ഒട്ടേറെ നിലപാടുകൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ള ഒരു ട്രെൻഡായി മാറി. കേരളത്തിൻ്റെ മലയോര മേഖലയിലെ സാധ്യതകളെ ശരിയായ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനും പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിച്ചു. PPP നടപ്പിലാക്കുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് വാഗമണിലേത് ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംരംഭമായി മാറി. സോഷ്യൽ മീഡിയയിൽ അതൊരു വലിയ ഹിറ്റായി. ഹെറിറ്റേജ് പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേരളത്തിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകളെ ഉണർത്തി വർത്തമാനകാലത്തിന് ഊർജ്ജമായി മാറാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇത് പൊതുവെ നാടിനാകെ മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്നു. ഇത് വലിയ നിലയിൽ റവന്യൂ നമ്മുടെ സംസ്ഥാനത്തിന് സൃഷ്ടിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ ഭാവിയാണ് ടൂറിസം. കേരളമാകെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി മാറ്റാനുള്ള കൂട്ടായ ശ്രമം അത് ഇനിയും നമുക്ക് തുടരാം. സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഹെലി ടൂറിസം പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചു. പുരവഞ്ചികൾക്കും കാരവൻ ടൂറിസത്തിനും ശേഷം കേരള ടൂറിസം അവതരിപ്പിക്കുന്ന പുത്തൻ ഉൽപ്പന്നമാണ് ഹെലി ടൂറിസം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ടൂറിസം വകുപ്പ് ഒരു ഫെസിലിറ്റേറ്ററുടെ റോളാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഈ സംവിധാനം ചിലയിടങ്ങളിലുണ്ട്. ഇത് നടത്തുന്ന ഓപ്പറേറ്റർമാരുണ്ട്. ഇതിനെ ആകെ ക്രോഡീകരിച്ച് ഇതിൻ്റെ മുഴുവൻ ഡേറ്റയും സമൂഹത്തിൽ അറിയിക്കാനും എത്തിക്കാനും ഇത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കുവാനുമാണ് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായത്. വിശിഷ്യ കോവിഡാനന്തരം നാം നേടിയ നേട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഓരോന്നിലേക്കും എത്തിച്ചേരുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് കണക്ടിവിറ്റി ഏറ്റവും മുഖ്യമാണ്. നമ്മുടെ NH-66 പൂർണ്ണമായി ജനങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുമ്പോൾ നമ്മുടെ ടൂറിസം രംഗവും അതോടൊപ്പം കൂടുതൽ വികസിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ നമ്മൾ കാരവൻ ടൂറിസം ഈ ഘട്ടത്തിൽ നമ്മൾ കേരളത്തിലുടനീളം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് സഞ്ചാരികൾക്ക് ഏത് ഡെസ്റ്റിനേഷനിലും സൗകര്യമൊരുക്കുകയാണ്, താമസ സൗകര്യമൊരുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹെലി ടൂറിസം ഇപ്പോൾ ഫലപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ക്രൂയിസ് ടൂറിസത്തിൻ്റെ പോളിസി ഗവൺമെൻറ് അംഗീകരിച്ച് നടപ്പിലാക്കുന്നു. ബേപ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അത് വന്നിരിക്കുന്നു. ഇതെല്ലാം ടൂറിസം രംഗത്തെ കേരളത്തിൻ്റെ പുതിയ പ്രോഡക്റ്റുകളാണ്. ടൂറിസത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എല്ലാവരും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. കേരള ടൂറിസത്തിൻ്റെ മികവുയർത്തി നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്. കേരളം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ കാലം കൂടിയായിരുന്നു കഴിഞ്ഞ 10 വർഷം. ലോകത്ത് കണ്ടിരിക്കേണ്ട 53 ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായി 2023 ന്യൂയോർക്ക് ടൈംസ് കേരളത്തെ തെരഞ്ഞെടുത്തു. പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം. 2022 ടൈം മാഗസിൻ
ലോകത്ത് കണ്ടിരിക്കേണ്ട 50 ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ തെരഞ്ഞെടുത്തു. 2024 കോണ്ടനെസ്റ്റ മാഗസിൻ ലോകത്ത് കണ്ടിരിക്കേണ്ട ടൂറിസം കേന്ദ്രങ്ങളിൽ കൊച്ചിയെ തെരഞ്ഞെടുത്തു. ലോകത്തെ മികച്ച ബീച്ചായി വർക്കല പാപനാശം ബീച്ച് ലോൺലി പ്ലാനറ്റ് പട്ടികയിൽ, 2026 Booking.comന്റെ പട്ടികയിൽ കൊച്ചിയും, പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക നഗരം. ലോൺലി പ്ലാനറ്റിന്റെ വിഭവങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ തനത് വിഭവങ്ങളും, രാജ്യത്ത് ടൂറിസം വികസനത്തിൽ ഒന്നാമത് ഇന്ത്യ ടുഡേയുടെ അവാർഡ്, മികച്ച വെഡിംഗ് ഡെസ്റ്റിനേഷൻ ട്രാവൽ പ്ലസ് ലിഷർ മാഗസിൻ, കേന്ദ്ര സർക്കാർ ടൂറിസം മന്ത്രാലയത്തിന്റെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് 2023 കാന്തല്ലൂരിന്, കടലുണ്ടിക്ക് 2024 മികച്ച ഗ്രാമീണ ടൂറിസം വില്ലേജ് അവാർഡ്, ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഇന്ത്യയിലെ സ്വർണ്ണ അവാർഡ്. 2006-2011 LDF സർക്കാരാണ് ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 2011 അധികാരത്തിൽ വന്ന LDF സർക്കാർ ഒരു പതിറ്റാണ്ട് കാലത്തേക്ക് പുറകോട്ട് നയിച്ചു കേരളത്തെ, പ്രത്യേകിച്ച് ടൂറിസം മേഖലയെ. പിന്നീട് അധികാരത്തിൽ വന്ന LDF സർക്കാർ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. തുടർഭരണം വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു ടൂറിസം മേഖലയിൽ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ തുടരണം ഈ ഭരണം, ഒന്നായി തുടരാം പുതിയ മുന്നേറ്റങ്ങളിലേക്ക്. നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ